ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഭരണഘടനാ ലിസ്റ്റുകളെ കുറിച്ചാണ്. ലിസ്റ്റുകളെ കുറിച്ച് നോക്കുമ്പോൾ ലിസ്റ്റുകൾ മൂന്നെണ്ണമാണ് ഉള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അങ്ങനെ മൂന്നായിട്ടാണ് ലിസ്റ്റുകളെ നമ്മൾ തരംതിരിക്കുന്നത്. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏഴാമത്തെ പട്ടിക. ലിസ്റ്റുകളെ കുറിച്ചുള്ള പട്ടിക 7. ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 246 ലിസ്റ്റുകളെ പറ്റിയുള്ള വകുപ്പ് ആർട്ടിക്കിൾ 246. നിലവിലെ ലിസ്റ്റുകളുടെ എണ്ണം നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ നിന്നും 100 എണ്ണമാണുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റ് 61, കൺകറന്റ് ലിസ്റ്റ് 52 ലിസ്റ്റുകളുമാണ് ഉള്ളത്. യൂണിയൻ ലിസ്റ്റിൽ 100, സ്റ്റേറ്റ് ലിസ്റ്റ് 61, കൺകറന്റ് ലിസ്റ്റ് 52. യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. കേന്ദ്രമായപ്പോഴത്തേക്ക് ഇന്ത്യൻ പാർലമെന്റ് ആണ് യൂണിയൻ ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്തുന്നത്. ഇനി സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളുടെ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന സർക്കാർ. സംസ്ഥാന ലിസ്റ്റിൽ സംസ്ഥാന സർക്കാർ തന്നെയാണ് നിയമനിർമ്മാണം നടത്തുന്നത്. ഇനി കൺകറന്റ് ലിസ്റ്റിലെ നിയമനിർമ്മാണം നടത്തുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അധികാരവുമാണുള്ളത്. രണ്ടിലും ഉൾപ്പെടുന്നതുകൊണ്ട് കൺകറന്റ് ലിസ്റ്റിലെ നിയമനിർമ്മാണം നടത്തുന്നത് കേന്ദ്രവും സംസ്ഥാനത്തിനും തുല്യ അധികാര പദവിയാണ് ഉള്ളത് കൺകറന്റ് ലിസ്റ്റിൽ. ഇനി ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിനാണ്. ഒരു ലിസ്റ്റിലും ഉൾപ്പെടാത്ത ആ ഒരു ഇതിനെ നമ്മൾ വിളിക്കുന്നത് അവശിഷ്ട അധികാരം എന്നാണ്, അല്ലെങ്കിൽ റെസിഡ്യൂറി പവേഴ്സ് ഓഫ് പാർലമെന്റ് എന്ന് വിളിക്കുന്നു. പാർലമെന്റിന്റെ ഈ അധികാരത്തെ നമ്മൾ റെസിഡ്യൂറി പവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അവശിഷ്ട അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 248. അവശിഷ്ട അധികാരത്തെക്കുറിച്ചുള്ള വകുപ്പ് ആർട്ടിക്കിൾ 248. സൈബർ നിയമങ്ങൾ ഉൾപ്പെടുന്നത് അവശിഷ്ട അധികാരത്തിലാണ്. അതുകൊണ്ട് അവശിഷ്ട അധികാരത്തിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം സൈബർ ലോസ്. പ്രധാനപ്പെട്ട യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നോക്കിയാൽ സെൻസസ്, പ്രതിരോധം, പൗരത്വം, വിദേശകാര്യം, ഉന്നത വിദ്യാഭ്യാസം, മേജർ തുറമുഖങ്ങൾ, വ്യോമയാനം, റെയിൽവേ, ദേശീയപാതകൾ, തപാൽ, ടെലിഫോൺ, ബാങ്കിംഗ്, ഇൻഷുറൻസ്, കറൻസി, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി, ലോട്ടറി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയെല്ലാം പ്രധാനപ്പെട്ട യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഒന്നും കൂടെ നോക്കാം. സെൻസസ്, പ്രതിരോധം, പൗരത്വം, വിദേശകാര്യം, ഉന്നത വിദ്യാഭ്യാസം, മേജർ തുറമുഖങ്ങൾ, വ്യോമയാനം, റെയിൽവേ, ദേശീയപാതകൾ, തപാലും ടെലിഫോണും, ബാങ്കിങ്, ഇൻഷുറൻസ്, കറൻസി, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി, ലോട്ടറി, പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എല്ലാം വരുന്നത് യൂണിയൻ ലിസ്റ്റാണ്. പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് പോലീസ്, പൊതുജനാരോഗ്യം, ക്രമസമാധാനം, ജയില്, തദ്ദേശ സ്വയംഭരണം, കെട്ടിട നികുതി, ഭൂനികുതി, കാർഷിക നികുതി, കൃഷിയും മൃഗസംരക്ഷണവും, മദ്യം വരുന്നതും, ലൈബ്രറി, മ്യൂസിയം, മത്സ്യബന്ധനം, ടോള്, ഗ്യാസ് വർക്കുകൾ എന്നിവയെല്ലാം വരുന്നത് പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. സ്റ്റേറ്റ് ലിസ്റ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പോലീസ്, പൊതുജന ആരോഗ്യം, ക്രമസമാധാനം, ജയില്, തദ്ദേശ സ്വയംഭരണം, കെട്ടിട നികുതി, ഭൂനികുതി, കാർഷിക നികുതി, കൃഷി, മൃഗസംരക്ഷണം, മദ്യം, ലൈബ്രറിയും മ്യൂസിയവും, മത്സ്യബന്ധനം, ടോള്, ഗ്യാസ് വർക്കുകൾ എന്നിവയെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉള്ളത്. ഇനി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് വിദ്യാഭ്യാസം, വൈദ്യുതി, വിവാഹം, വിവാഹമോചനം, ജനന മരണ രജിസ്ട്രേഷൻ, മായം ചേർക്കൽ, തുറമുഖങ്ങൾ, വില നിയന്ത്രണം, അതേപോലെ സാമൂഹ്യ സേവന സ്ഥാപനങ്ങളും തൊഴിലാളി സംഘടനകളും, തടവുകാരെ കൈമാറ്റം ചെയ്യൽ, അതേപോലെ നീതിന്യായം, ജനസംഖ്യാ നിയന്ത്രണം, പകർച്ചവ്യാധി തടയൽ, കോടതി അലക്ഷ്യം, പത്രങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ, അച്ചടി പ്രസ്സുകൾ,
ട്രസ്റ്റ്, ട്രസ്റ്റികൾ, ട്രേഡ് യൂണിയനുകൾ. അപ്പോൾ പ്രധാനപ്പെട്ട കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് വിദ്യാഭ്യാസം, വൈദ്യുതി, വിവാഹവും വിവാഹമോചനവും, ജനന മരണ രജിസ്ട്രേഷൻ, മായം ചേർക്കൽ, തുറമുഖങ്ങൾ, വില നിയന്ത്രണം, സാമൂഹ്യ സേവന സ്ഥാപനങ്ങൾ, തൊഴിലാളി സംഘടനകൾ, തടവുകാരെ കൈമാറ്റം ചെയ്യൽ, നീതിന്യായം, ജനസംഖ്യാ നിയന്ത്രണം, പകർച്ചവ്യാധി തടയൽ, കോടതിയലക്ഷ്യം, പത്രങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ, അച്ചടി പ്രസ്സുകൾ, ട്രസ്റ്റുകളും ട്രസ്റ്റികളും, പിന്നെ ട്രേഡ് യൂണിയൻസ് എല്ലാം ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങൾ നമ്മൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയ വർഷം 1976. ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 42. അത് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ വിദ്യാഭ്യാസവും വനവും അളവ് തൂക്കം, നീതിന്യായം, വന്യമൃഗങ്ങളും പക്ഷികളുടെയും സംരക്ഷണം, ഈ 5 വിഷയങ്ങളാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഈ വിഷയങ്ങൾ നമ്മൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്താനുള്ള അധികാരത്തെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 245. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമനിർമ്മാണം നടത്താനുള്ള അധികാരത്തെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 245 ആണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച കമ്മീഷനുകളെ നോക്കാം. അതേതൊക്കെയാണ്? സർക്കാരിയ കമ്മീഷനും MM പുഞ്ചി കമ്മീഷനുമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ, MM പുഞ്ചി കമ്മീഷൻ. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഏറ്റവും പ്രധാനമായിട്ട് ലിസ്റ്റുകളിൽ നിന്നും ചോദിച്ചു വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തി നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.